തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ തുടരും തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. പ്രേക്ഷകർ കാണാൻ കൊതിച്ച മോഹൻലാൽ എന്ന നടന്റെ പ്രകടനം തിരികെ കിട്ടിയെന്നാണ് ആരാധകർ പറയുന്നത്. തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആകുന്ന കാഴ്ചയാണ് കാണാനും സാധിക്കുന്നത്. മോഹൻലാൽ എന്ന നടനെ വെച്ച് ഒരു സിനിമ ചെയ്ത സംവിധായകന് മറ്റൊരു നടനൊപ്പവും പ്രവർത്തിക്കുമ്പോൾ അത്രയും തൃപ്തിയുണ്ടാകില്ലെന്ന് പറയുകയാണിപ്പോൾ മണിയൻപിള്ള രാജു. ഒരു അഭിമുഖത്തിലായിരുന്നു നടന്റെ പ്രതികരണം. മുൻപ് നൽകിയ അഭിമുഖത്തിലെ ഭാഗം തുടരും സിനിമയുടെ റിലീസിന് പിന്നാലെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. മോഹൻലാൽ ഏതു സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. ആര് അടുത്തുവന്ന് സംസാരിച്ചാലും 2 മിനിറ്റ് കൊണ്ട് അയാളുമായി ലാൽ കമ്പനിയാകും. അദ്ദേഹം ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്താൽ പിന്നെ ആ സംവിധായകൻ വേറൊരു നടനെ വെച്ച് സംവിധാനം ചെയ്യുമ്പോൾ സമാധാനവും തൃപ്തിയുമുണ്ടാകില്ല. അത്രയധികം സഹകരിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ് മോഹൻലാൽ. സിനിമയ്ക്കു വേണ്ടി യാത്ര ചെയ്യാനും കഷ്ടപ്പെടാനും ലാൽ തയ്യാറാണ്. ഒരു മടിയും കാണിക്കാറില്ലെന്നും മണിയൻപിള്ള രാജു കൂട്ടിച്ചേർത്തു. തുടരും എന്ന ചിത്രത്തിൽ കുട്ടിച്ചൻ എന്ന കഥാപാത്രത്തെയാണ് മണിയൻപിള്ള രാജു അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയിൽ ഓരോ മണിക്കൂറും വലിയ കുതിപ്പാണ് ഉണ്ടാകുന്നത്. പല തിയേറ്ററുകളിലും ചിത്രത്തിനായി അഡീഷണൽ ഷോകളും സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യ ദിനം തുടരുമിന് 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന സൂചന. എമ്പുരാൻ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയിലെ റെക്കോർഡുകൾ തുടരും തിരുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രദർശനത്തിനെത്തി ആദ്യ മണിക്കൂറിൽ 30K-ലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ ചിത്രം വിറ്റഴിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇത് റിലീസിനു ശേഷം എമ്പുരാൻ വിറ്റഴിച്ച ടിക്കറ്റിനേക്കാൾ അധികമാണ്. ചിത്രത്തിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ബിനു പപ്പു, ഫഹർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, തോമസ് മാത്യു, ഇർഷാദ് തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.